ശശികല AIADMK തലപ്പത്തേക്ക്. ശശികല AIADMK ജനറൽ സെക്രട്ടറി ആകണം എന്ന മുതിർന്ന നേതാക്കൾ പോയസ് ഗാർഡനിലെത്തി ശശികലയോട് നേരിട്ട് ആവശ്യപ്പെട്ടു. ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ആവർത്തിച്ച നടി ഗൗതമി ശാരീരികമായി ഏറെ തളർന്ന അവസ്ഥയിലായിരുന്ന ജയയുടെ ചികിത്സയിലടക്കം തീരുമാനങ്ങൾ എടുത്തത് ആരാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നും ഗൗതമി പറഞ്ഞു. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് തൊട്ടുപിന്നാലെ ഇടനാഴിയിലെ CCTVകൾ പ്രവർത്തനരഹിതമായി. ജയലളിതയെ കാണാൻ സഹോദരപുത്രി ദീപ ജയകുമാറിന് അനുമതി നിഷേധിച്ചതിലും ദുരൂഹതയുണ്ട്. VVIP കാറ്റഗറിയിലുള്ള ജയലളിതയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സംസ്കരിച്ചതിലും സംശയം ഉണരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മരണത്തിൽ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിനം തൊട്ട് മരണം വരെ നീണ്ടു നിൽക്കുന്ന നാളിൽ ശശികലയും അനുചരരും സ്വീകരിച്ച നടപടികൾ. ജയലളിതയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ദിവസങ്ങൾക്കകം ഇടനാഴിയിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തനരഹിതമാക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആശുപത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടായതെന്നാണ് വിവരം. ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർമാർ, പരിചാരകരായ നഴ്സുമാർ ഇവരാരെന്നും എന്തെന്നും ആശുപത്രി അധികാരികൾ ഇനിയും വ്യക്തമാക്കുന്നില്ല. ജയലളിതയുടെ മുറിയിൽ പ്രവേശനമുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് ഷീല ബാലകൃഷ്ണനും ഉറ്റതോഴി ശശികലയ്ക്കും മാത്രമാണ്. എല്ലാ നിയന്ത്രണങ്ങളും ഇവർക്കാണെന്നിരിക്കെ ഇവർ ഇരുവരും ഇതിനൊന്നും തൃപ്തികരമായ വിശദീകരണം നൽകുന്നുമില്ല. സഹോദരപുത്രി കൂടിയായ ദീപ ജയകുമാർ പലയാവർത്തി ജയലളിതയെ കാണാൻ ശ്രമിച്ചുവെങ്കിലും ശശികലയുടെ നിർദ്ദേശത്തെ തുടർന്ന് അനുമതി നിഷേധിക്കപ്പെട്ടു. ഡിസംബർ 5 മുമ്പ് ജയലളിത മരണപ്പെട്ടു എന്ന തരത്തിൽ ചില സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തുവരുന്നത് കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. മൃതദേഹം എംബാം ചെയ്തു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിച്ചിട്ടും AIADMK വൃത്തങ്ങളുടെ മൗനം കൂടുതൽ സംശയം വർദ്ധിപ്പിക്കുന്നു. എംബാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൂടാ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. VVIP കൂടിയായ ജയലളിതയെ പോസ്റ്റ്മോർട്ടം കൂടാതെ അടക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ മൗനാനുമതിയും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ജയലളിത ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ശക്തിയുക്തം എതിർത്ത ശശികലയുടെ ഭർത്താവ് നടരാജൻ അടക്കമുള്ളവർ പോയസ് ഗാർഡനുമായി വീണ്ടും അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് AIADMK അണികളിൽ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് മറപിടിക്കാനാണ് കഴിഞ്ഞ ദിവസം നടന്ന കുടുംബയോഗത്തിൽ താൽക്കാലികമായെങ്കിലും തൻ്റെ ബന്ധുക്കൾ ഭരണത്തിൽ ഇടപെടരുതെന്ന് ശശികല നിർദ്ദേശം നൽകിയത്. പാർട്ടിക്കുള്ളിൽ നിശബ്ദമായി ഉയരുന്ന എതിർ ശബ്ദങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് ശശികല ഇത്തരത്തിൽ പെരുമാറിയതെന്നും അധികം വൈകാതെ തന്നെ പഴയ മന്നാർഗുഡി മാഫിയ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി ഭരണത്തിൽ പിടിമുറുക്കുമെന്നുമാണ് ചെന്നൈയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മുൻ UPA സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി മുൻ വ്യോമസേന മേധാവിയുടെ വെളിപ്പെടുത്തൽ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിക്ക് വേണ്ടി മാനദണ്ഡങ്ങൾ തിരുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമെന്ന് ത്യാഗി. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായെന്നും ത്യാഗിയുടെ അഭിഭാഷകൻ കോടതിയിൽ. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് ഇന്ത്യൻ വ്യോമസേനയുടെ തീരുമാനം അല്ലെന്നും മുൻ വ്യോമസേനാ മേധാവി കോടതിയിൽ അറിയിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനുശങ്കരൻ ചേരുന്നു. മനു, 36,000 കോടിയുടെ ഇടപാട് 2010 ഇതിൽ ഈ തീരുമാനം താൻ എടുത്തത് ഒറ്റയ്ക്കല്ല, കൂട്ടായിയാണ് എന്ന് നേരത്തെ തന്നെ ത്യാഗി CBIക്ക് വിശദീകരണം നൽകിയിരുന്നു. കോടതിയിൽ എന്താണ് പറഞ്ഞത്? പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണോ? അങ്ങനെയാണ് വെളിപ്പെടുത്തിയത്. ഈ ഒരു തീരുമാനം, മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകാനുള്ള ഒരു തീരുമാനം ഇന്ത്യൻ വ്യോമസേനയുടേതായിരുന്നില്ല. ഇന്ത്യൻ വ്യോമസേന നിരന്തരം ഈ ഒരു തീരുമാനം കൈക്കൊള്ളാനാകില്ല എന്ന മറുപടിയാണ് അന്ന് UPA സർക്കാരിൽ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിനെ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് നിരന്തരം സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് എന്നാണ് മുൻ വ്യോമസേന മേധാവി SP ത്യാഗി ഇപ്പോൾ ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ അതിവിശിഷ്ട വ്യക്തികളുടെ യാത്രയ്ക്കായി 12 ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഇറ്റാലിയൻ കമ്പനിയായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന് കരാർ നൽകാൻ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയതിനായിരുന്നു ഈ CBI അറസ്റ്റ് ചെയ്തതും പിന്നീട് ഇപ്പോൾ ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. കമ്പനിയെ സഹായിക്കാനായി ഹെലികോപ്റ്ററിന് പറക്കാവുന്ന ഉയരം 6000 മീറ്ററിൽ നിന്ന് 4500 ആക്കി കുറച്ചത് ഈ SP ത്യാഗി സേനാ മേധാവിയായിരുന്ന സമയത്തായിരുന്നു. എന്നാൽ ഈ ഇളവ് നൽകി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്നുള്ള നിരന്തര സമ്മർദ്ദപ്രകാരമായിരുന്നു എന്നാണ് SP ത്യാഗിയും അതോടൊപ്പം അഭിഭാഷകനും കോടതി മുമ്പാകെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് മുൻ സേനാ മേധാവിയെയും അഭിഭാഷകൻ ഗൗതം ഖേത്താനെയും അടുത്ത ബന്ധു
സഞ്ജയ് ത്യാഗിയെയുമാണ് CBI കോടതിയിൽ ഹാജരാക്കിയത്. 10 ദിവസത്തേക്ക് ഇവരെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോഴായിരുന്നു മുൻ വ്യോമസേന മേധാവിയുടെ ഈ വെളിപ്പെടുത്തൽ കോടതി മുമ്പാകെ ഉണ്ടായത്. ഈ മാസം 14-ാം തീയതി വരെ ഇവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. ഈ അധികാരത്തിലിരുന്ന സമയത്ത് ഏക്കർ കണക്കിന് ഭൂമി മുൻ വ്യോമസേന മേധാവി വാങ്ങിയിരുന്നതായും CBI കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ വാദങ്ങൾ മുൻ വ്യോമസേന മേധാവി നിഷേധിച്ചു. കോടിക്കണക്കിന് രൂപയുടെ കോഴ ഇടപാട് നടന്നതിന്റെ രേഖകളും തങ്ങളുടെ പക്ഷമുണ്ടെന്നും ഇതിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് ചോദ്യം ചെയ്യലിന് 10 ദിവസത്തേക്ക് വിട്ടു നൽകണമെന്ന് CBI ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് ഡിസംബർ 14 വരെ മുൻ വ്യോമസേന മേധാവിയെ അടക്കമുള്ളവരെ ഇപ്പോൾ CBIയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അരുൺ. മനുശങ്കർ, ദില്ലിയിൽ നിന്ന്. ബാങ്കുകളിലും ATMകളിലും ക്യൂ നിന്ന് ജനങ്ങൾ സമയം നഷ്ടപ്പെടുത്തരുതെന്ന് പ്രധാനമന്ത്രി. ഇന്റർനെറ്റ് ഉപയോഗിച്ച് പണവിനിമയം നടത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് ഉപദേശിച്ചു. ഗുജറാത്തിലെ ഒരു പൊതുചടങ്ങിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നോട്ട് നിരോധനം എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നോട്ട് വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യം ശക്തമാക്കിയതിനിടയിലാണ് വീണ്ടും പൊതുചടങ്ങിൽ നോട്ട് വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ലോക്സഭയിൽ സംസാരിക്കാൻ പ്രതിപക്ഷം അനുവദിക്കാത്തതുകൊണ്ടാണ് ജനസഭയിൽ സംസാരിക്കുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ജനങ്ങൾ ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ ക്യൂ നിൽക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഉപദേശിച്ച പ്രധാനമന്ത്രി ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് ചുവടുമാറണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ നോട്ട് പിൻവലിക്കൽ തീരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നടപ്പാക്കിയതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. बड़े लोग नहीं, छोटे लोगों की ताकत बढ़ाने के लिए ये बहुत बड़ा फैसला मैंने किया। और मैं हैरान हूं, सरकार कहती है हम चर्चा चाहते हैं, सरकार कहती है प्रधानमंत्री बोलने के लिए तैयार है, सरकार कहती है प्रधानमंत्री आकर के कहने को तैयार है, लेकिन उनको मालूम है उनका झूठ टिक नहीं पाता है और इसलिए वो चर्चा से भागते हैं. സഭാ നടപടി സുഗമമാക്കണമെന്ന രാഷ്ട്രപതിയുടെ പ്രസ്താവന പ്രതിപക്ഷം ചെവികൊള്ളുന്നില്ലെന്നും 50 ദിവസത്തെ സമയം തരൂവെന്നും ഇതിനുശേഷം രാജ്യം എങ്ങനെ മാറുമെന്ന് കണ്ടറിയുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തീവ്രവാദത്തിനും നക്സലിസത്തിനും വലിയ തിരിച്ചടിയാണ് സർക്കാർ തീരുമാനമെന്നും 100, 50 രൂപ, 20 രൂപ നോട്ടുകൾ ഇപ്പോൾ ശക്തി പ്രാപിച്ചെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. എന്തായാലും പ്രധാനമന്ത്രിയുടെ പൊതുചടങ്ങിലെ പുതിയ പ്രസ്താവനയും വരുന്ന സഭാദിനങ്ങളിലും പ്രതിപക്ഷം ശക്തമായി ഉയർത്താൻ തന്നെയാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തിനെതിരെ RSSന്റെ തൊഴിലാളി സംഘടനയായ BMS 20 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതായി BMS കുറ്റപ്പെടുത്തി. മുന്നൊരുക്കമില്ലാത്ത പദ്ധതി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തകർത്തതായും BMS ദേശീയാധ്യക്ഷൻ ബൈദ്യനാഥ് റായ് ചൂണ്ടിക്കാട്ടി. ഇതാദ്യമായാണ് ഒരു സംഘ് പരിവാർ സംഘടന നോട്ട് നിരോധനത്തിനെതിരെ രംഗത്ത് വരുന്നത്. ടെലഗ്രാഫ് ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് നോട്ട് നിരോധനത്തിലെ വിയോജിപ്പ് ഭാരതീയ മസ്ദൂർ സംഘ് വ്യക്തമാക്കിയത്. ക്യാഷ്ലെസ് എക്കണോമി എന്ന പ്രധാനമന്ത്രിയുടെ വാദം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പൂർത്തീകരിക്കാനാകാത്ത ലക്ഷ്യമാണെന്ന് വ്യക്തമാക്കിയ BMS തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ കണക്കുകളും നിരത്തുന്നു. 1.5 ലക്ഷം തൊഴിലവസരം സൃഷ്ടിച്ച കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനത്തിലൂടെ 20 ലക്ഷം പേരുടെ തൊഴിൽ നഷ്ടമാക്കി. അടിസ്ഥാന തൊഴിലാളികൾ ഉപജീവന മാർഗമില്ലാതെ അലയുന്നു. പ്രധാനമന്ത്രി നോട്ട് നിരോധനം പ്രഖ്യാപിച്ച് 1 മാസം പിന്നിടുമ്പോഴാണ് ഈ സാഹചര്യം. വരും ദിവസങ്ങളിൽ ഭീതിജനകമാംവിധം തൊഴിൽ നഷ്ടമുയരുമെന്നും BMS അധ്യക്ഷൻ ബൈദ്യനാഥ് റായ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇടിഞ്ഞിരിക്കുന്നു. ഇതും തൊഴിലാളികളെ പ്രത്യക്ഷത്തിൽ തൊഴിൽ രഹിതരാക്കും. വേണ്ടത്ര മുന്നൊരുക്കം പദ്ധതിക്കായി ഉണ്ടായില്ല. 500, 1000 നോട്ടുകളുടെ നിരോധനം എങ്ങനെ രാജ്യത്തെ ബാധിക്കുമെന്നതും കേന്ദ്ര സർക്കാർ പഠിച്ചില്ല. ഇതാദ്യമായാണ് ഒരു സംഘപരിവാർ സംഘടന നോട്ട് നിരോധനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അവശ്യ സേവനങ്ങൾക്ക് പഴയ 500 രൂപ നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി കൂടിയേ ഉപയോഗിക്കാനാകൂ. ഇന്നു മുതൽ 3 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ATMകൾ നിറച്ചിട്ടുണ്ടെന്ന് ബാങ്കുകൾ അറിയിച്ചു. പേപ്പർ നോട്ടിന് പകരം പ്ലാസ്റ്റിക് നോട്ട് പുറത്തിറക്കാനുള്ള നിർദ്ദേശം RBI അംഗീകരിച്ചതായി കേന്ദ്ര ധനസഹമന്ത്രി പറഞ്ഞു. സുപ്രീം കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ ബാങ്കുകളോടുള്ള സമീപനത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ഇല്ലെങ്കിൽ വരുന്ന GST കൗൺസിലിൽ ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ഒരു അഭ്യർത്ഥനയും മാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു ഔപചാരികമായ വിശദീകരണം പോലും തരാതെ തള്ളിക്കളയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ GST സംബന്ധിച്ചുള്ള ചർച്ചകളിലൊക്കെ
കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിക്കുന്നത് ബുദ്ധിമുട്ടായി മാറുകയാണ്. ഈ മാസം 13-ന് UDF സംഘം രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് രമേശ് ചെന്നിത്തല. സുപ്രീം കോടതി പരാമർശം അനുകൂലമായി വന്ന സാഹചര്യത്തിൽ സഹകരണ ബാങ്ക് വിഷയത്തിൽ ഇടപെടണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുമെന്നും ചെന്നിത്തല ദുബൈയിൽ പറഞ്ഞു. UDF MLA-മാർ 13-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് രാഷ്ട്രപതിയെ കാണാൻ തീരുമാനിച്ചു. എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ്? രാഷ്ട്രപതിയെ കാണുന്നത് UDF-ന്റെ പ്രതിനിധി സംഘമായിരിക്കും. 13-ാം തീയതി രാഷ്ട്രപതി ഭവനിൽ ചെന്ന് രാഷ്ട്രപതിയെ കണ്ട് UDF നേതാക്കന്മാർ ഈ പ്രതിസന്ധി കേരളം നേരിടുന്ന സഹകരണ മേഖലയിലും അല്ലാതെയും നേരിടുന്ന പ്രതിസന്ധിയും കേരളത്തിൽ അരിയുടെ കോട്ട വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രപതിയെ കാണുന്നത്. 14-ാം തീയതി UDF MLA-മാർ ജന്തർ മന്ദറിൽ സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചു. ആലപ്പുഴയിൽ ഫെഡറൽ ബാങ്കിൽ തീപിടുത്തം. ആളപായമില്ല. നിരവധി ഫയലുകളും നിർണായക രേഖകളും കമ്പ്യൂട്ടറുകളും കത്തി നശിച്ചു. അഗ്നിശമന സേന എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. അനുമതിയില്ലാതെ റോഡ് വെട്ടിപ്പൊളിച്ചത് മൂലം ആലപ്പുഴ നഗരത്തിലെ കുടിവെള്ളം മുട്ടി. ഒരു സ്വകാര്യ കമ്പനിയുടെ കേബിൾ ഇടുന്നതിനിടയിലാണ് പൈപ്പുകൾ പൊട്ടിയത്. അനധികൃതമായി റോഡ് വെട്ടിപ്പൊളിക്കുന്നത് നിർത്തിവെക്കാൻ പൊതുമരാമത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴ നഗരസഭാ പരിധിയിലുള്ള റോഡ് കുഴിക്കുന്നതിനിടയിലാണ് കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടി ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിയത്. നഗരസഭയുടെ അനുവാദമില്ലാതെ ഒരു വൻകിട കമ്പനിയുടെ കേബിൾ ഇടുന്നതിനിടയിലാണ് റോഡ് കുഴിച്ചത്. നഗരത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പുകൾ തകർന്നിട്ടുണ്ട്. നഗരസഭാ പരിധിക്കുള്ളിൽ ഇത്തരം കേബിൾ സ്ഥാപിക്കുന്നതിനെതിരെ കൗൺസിലർമാർ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എങ്കിലും ഈ എതിർപ്പുകൾ അവഗണിച്ചാണ് UDF ഭരിക്കുന്ന നഗരസഭ കേബിൾ ഇടുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇല്ല, മുനിസിപ്പാലിറ്റി കേബിളിങ്ങിന് ഇങ്ങനെ കൊടുത്തിട്ടില്ല. മുനിസിപ്പൽ റോഡ് പൊളിച്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ല. PWDയുടെ സൈഡിൽ ചെയ്യുന്നുണ്ട്. റിലയൻസിന് കൊടുത്തിട്ടില്ല. അതിനിപ്പോൾ ഭയങ്കര തർക്കം നടന്ന് നമ്മൾ അവരുടെ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പൈപ്പുകൾ തകർന്നതോടെ നഗരത്തിലെ ജനങ്ങളുടെ കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന നഗരത്തിൽ കുടിവെള്ള പൈപ്പുകൾ കൂടി പൊട്ടിത്തകർന്നതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നാളെ കൊച്ചിയിൽ നടക്കേണ്ട ISL സെമി ഫൈനൽ മത്സരങ്ങളെ ചൊല്ലി തർക്കം. കൊച്ചി സ്റ്റേഡിയത്തിന് കൂടുതൽ വാടക ആവശ്യപ്പെട്ട് GCDA രംഗത്ത്. എന്നാൽ കൂടുതലായി ആവശ്യപ്പെട്ട തുക നൽകാനാകില്ല എന്ന് ISL അധികൃതർ. പ്രശ്നപരിഹാരത്തിനായി KT ജലീലിന്റെ നേതൃത്വത്തിൽ ചർച്ച. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇനി നടക്കാനിരിക്കുന്ന 2 മത്സരങ്ങൾക്കും വാടക കൂട്ടി നൽകണം എന്നാവശ്യപ്പെട്ടാണ് GCDA അധികൃതർ ISL ഭാരവാഹികൾക്ക് കത്തു നൽകിയിരിക്കുന്നത്. സെമി ഫൈനലിന് 5 ലക്ഷവും ഫൈനലിന് 10 ലക്ഷവും നൽകണം എന്നാണ് ആവശ്യം. കഴിഞ്ഞ കളിക്കിടെ കാണികൾ കസേരകൾ തകർത്തതും ആരാധകൻ ഗ്രൗണ്ടിലിറങ്ങിയതുമടക്കമുള്ള അനിഷ്ട സംഭവങ്ങളുണ്ടായിരുന്നു. ഇത്തരം സുരക്ഷാ വീഴ്ചയിൽ അതൃപ്തിയറിയിച്ച GCDA കരുതൽ നിക്ഷേപമായി 25 ലക്ഷം രൂപയും വൈദ്യുതി നിരക്കായി 4 ലക്ഷവും നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 55,000 പേർക്കായി ക്രമീകരിച്ച സ്റ്റേഡിയത്തിലേക്ക് ISL അധികൃതർ കൂടുതൽ ആരാധകരെ പ്രവേശിപ്പിച്ചുവെന്നും ഇത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ടെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ലെന്നും GCDA ISL അധികൃതരെ അറിയിച്ചു. എന്നാൽ കരാർ പ്രകാരം ഓരോ കളിക്കും 1 ലക്ഷം രൂപ എന്ന നിരക്കിൽ മാത്രമേ വാടക നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് ISL അധികൃതരുടെ പ്രതികരണം. കസേരകൾ തകർത്ത സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും ISL അധികൃതർ അറിയിച്ചു. തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന നിർണായക ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുക. അതേസമയം മത്സരങ്ങൾ ഒരിക്കലും തടസ്സപ്പെടുത്തില്ല എന്ന് GCDA വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കളിയിലെ അക്രമ സംഭവങ്ങളിൽ അതൃപ്തി അറിയിച്ച FIFA അടുത്ത വർഷം നടക്കുന്ന അണ്ടർ-17 ലോകകപ്പിലെ നിർണായക മത്സരങ്ങൾക്ക് കൊച്ചിയെ പരിഗണിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിലെ വിവരാവകാശ പ്രവർത്തകർക്കുള്ള സ്വരാജ് പുരസ്കാരങ്ങൾ പാലക്കാട് നടന്ന ചടങ്ങിൽ VS അച്യുതാനന്ദൻ വിതരണം ചെയ്തു. വിവരാവകാശ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജോയി കൈതാരം, അഡ്വക്കേറ്റ് DB ബിനു എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. സമഗ്ര സംഭാവനയ്ക്ക് MA പൂക്കോയ്ക്ക് പ്രത്യേക പുരസ്കാരവും മലബാർ സിമന്റ്സ് കമ്പനി സെക്രട്ടറി ആയിരുന്ന V ശശീന്ദ്രന്റെ കുടുംബത്തിന് അഴിമതിക്കെതിരെയുള്ള വിസിൽ ബ്ലോവർ പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. താരേക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സാറ ജോസഫ്, NP രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഇന്ന് സാർവദേശീയ മനുഷ്യാവകാശ ദിനം. രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നവരിൽ മുന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന മറുപടിയാണ്. മനുഷ്യാവകാശ സംരക്ഷകരാകേണ്ട പോലീസാണ് രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നവരിൽ മുൻപന്തിയിൽ.
പോലീസിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ താരതമ്യേന കുറവായ കേരളത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 16 കസ്റ്റഡി മരണങ്ങളാണ്. രാജ്യത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണവും പോലീസ് അതിക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണവും ഓരോ വർഷവും കൂടി വരികയാണ്. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, സുപ്രീം കോടതി രൂപം നൽകിയ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റികൾ തുടങ്ങി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനും പോലീസ് അതിക്രമങ്ങൾ കുറയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് നിരവധിയുണ്ടെങ്കിലും ഇന്ത്യയിലെ പോലീസിന് ഇതൊന്നും ബാധകമേയല്ല. മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ലഭിക്കുന്ന പരാതികളിൽ 30% പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ളവയാണ്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളുള്ളത്. 2013-14 വർഷത്തിൽ രാജ്യത്താകെ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചവരുടെ എണ്ണം 140. 2014-15 130 പേർ കസ്റ്റഡിയിൽ മരിച്ചു. എന്നാൽ 2015-16 കാലത്ത് കസ്റ്റഡിയിൽ മരിച്ചവരുടെ എണ്ണം 153 വർദ്ധിച്ചു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പോലീസ് സംവിധാനങ്ങളുള്ള കേരളത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 16 കസ്റ്റഡി മരണങ്ങളും പോലീസിനെതിരെ 537 കേസുകളും. മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. പോലീസിനെ സംബന്ധിച്ച് നിരവധി അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ധാരാളം ഉള്ളതാണ്. പക്ഷേ എന്നിട്ടും ആ പോലീസ് അതിക്രമങ്ങളെ ഫലപ്രദമായി തടയുന്നതിന് കഴിയുന്നില്ല എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യത്ത് പോലീസിനെതിരെ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഉത്തർപ്രദേശിൽ 72,730 കേസുകൾ. എന്നാൽ 46 കസ്റ്റഡി മരണങ്ങളുള്ള ഉത്തർപ്രദേശിനെ ബഹുദൂരം പിന്നിലാക്കി മഹാരാഷ്ട്രയാണ് കസ്റ്റഡി മരണങ്ങളിൽ ഒന്നാമതുള്ള സംസ്ഥാനം. 84 കസ്റ്റഡി മരണങ്ങൾ. 34 കസ്റ്റഡി മരണങ്ങളുമായി പശ്ചിമബംഗാളും തൊട്ടുപുറകെ. 2014 ഏപ്രിൽ 1 മുതൽ 2016 ഒക്ടോബർ 31 വരെയുള്ള ലഭ്യമായ കണക്കുകളനുസരിച്ച് രാജ്യത്താകമാനം പോലീസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 1,21,604 ഇനി രജിസ്റ്റർ ചെയ്യാത്ത കേസുകളുടെ എണ്ണം എത്രയെന്ന് വെറുതെ ഒന്ന് ഊഹിക്കുക കൂടി ചെയ്യുക. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കാഴ്ചയുടെ മിഴിച്ചെപ്പ് തുറന്ന് നിശാഗന്ധി വിടർന്നു. 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 2ാം ദിനം പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 2ാം ദിനത്തിൽ മത്സര വിഭാഗ ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിച്ചു. മികച്ച പ്രതികരണമാണ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നായി സിനിമയെന്ന ഒറ്റ വികാരത്തിനു മുമ്പിൽ ഒരുമിക്കാനായി എത്തിച്ചേർന്നവർ തന്നെയാണ് 21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 2ാം ദിനത്തെ സവിശേഷമാക്കുന്നത്. രാവിലെ മുതൽക്കേ തന്നെ ഡെലിഗേറ്റുകളുടെ നീണ്ട നിര തന്നെയായിരുന്നു ഓരോ തിയേറ്ററുകൾക്ക് മുമ്പിലും. ലോക സിനിമാ കാഴ്ചകളിലേക്ക് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് 63 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ 39 ചിത്രങ്ങളും മത്സര വിഭാഗത്തിൽ 3ഉം മേളയുടെ തന്നെ പ്രമേയങ്ങളായ ലിംഗസമത്വം, കുടിയേറ്റം എന്നീ വിഭാഗങ്ങളിൽ 2 ചിത്രങ്ങൾ വീതമാണ് പ്രേക്ഷകരിലേക്ക് എത്തുക. മേളയിൽ ഏറ്റവും അധികം കാഴ്ചക്കാരുള്ള ലോക സിനിമാ വിഭാഗത്തിലും മത്സര വിഭാഗത്തിലും പതിവ് തെറ്റിയിട്ടില്ല. മത്സര വിഭാഗത്തിലെ ടർക്കിഷ് ചിത്രം കോൾഡ് ഓഫ് കലണ്ടർ, ഈജിപ്ഷ്യൻ ചിത്രം ക്ലാഷ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള സിംഗ് എന്നീ ചിത്രങ്ങളാണ് ഇന്നത്തെ പ്രധാന ആകർഷണങ്ങൾ. ലിംഗസമത്വം പ്രമേയമാക്കിയ ചിലി ചിത്രം രാര, ഫ്രഞ്ച് ചിത്രം ദി സമ്മർ ഓഫ് സാങ്കിൾ എന്നീ ചിത്രങ്ങൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. നല്ല ചിത്രമായിരുന്നു, നല്ല സിനിമയാണ്, നല്ല അഭിനയമായിരുന്നു, നന്നായിട്ട് നല്ല ക്യാമറ വർക്ക്, നല്ല ഡയറക്ടർ നന്നായിരുന്നു. തീർച്ചയായും ആദ്യത്തെ ഫിലിം ഭംഗിയായി എന്ന് പറയണം. കുടിയേറ്റ വിഭാഗത്തിൽ ഈജിപ്ഷ്യൻ ചിത്രം ഇൻ ദി ലാസ്റ്റ് ഡേയ്സ് ഓഫ് സിറ്റി, ജർമ്മൻ ചിത്രം സോയിനെറോ എന്നിവയും മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുന്നു. മലയാളത്തിൽ നിന്ന് സജി പലമേലിന്റെ 6 അടിയും ഇന്ന് പ്രദർശിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ശബരിമല UDF ഭരണകാലത്ത് ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട് പുതിയ പാത്രങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അധികൃതർ പൂഴ്ത്തി. അന്നത്തെ ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവരിൽ നിന്ന് പ്രസ്തുത തുക തിരിച്ചുപിടിക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നുമുള്ള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് 2 വർഷമായി പൂഴ്ത്തിയത്. ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെയും സമ്മർദ്ദത്തെയും തുടർന്നാണ് അന്വേഷണം മരവിപ്പിച്ചത്. 2013-14 കാലഘട്ടത്തിലെ മണ്ഡല മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട 1,87 ലക്ഷം രൂപ ബോർഡ് ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് പുതിയ പാത്രങ്ങൾ വാങ്ങിയത് അന്യായമാണെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തുകയും സ്റ്റോക്ക് വെരിഫിക്കേഷൻ സമയത്ത് നടപടിയെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നും തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത് റിപ്പോർട്ടും നൽകി. ഹൈക്കോടതിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടാണ് ബോർഡ് അധികൃതർ തന്നെ പൂഴ്ത്തിയത്. അന്നത്തെ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ VS ജയകുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെയായിരുന്നു ഈ നടപടി. ശബരിമലയിൽ ആവശ്യത്തിലധികം പാത്രങ്ങളുള്ളപ്പോൾ പുതിയവ വാങ്ങിയത് അന്യായമാണെന്നായിരുന്നു ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തുകയും
കമ്മീഷണറെയും ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറെയും അന്വേഷണത്തിന് ബോർഡ് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തവണ പോലും ഇവർ യോഗം ചേർന്നിട്ടില്ല. 3 മാസത്തിലൊരിക്കൽ ബോർഡ് പ്രവർത്തന റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കണമെന്ന് 2007 ഏപ്രിൽ 12 പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞെങ്കിലും അതും പാലിച്ചിട്ടില്ല. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് തന്നെ അഴിമതി കണ്ടെത്തിയ സ്ഥിതിക്ക് സംസ്ഥാന വിജിലൻസ് ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. കോടികളുടെ അഴിമതി അന്വേഷണ ഫയലുകൾ കമ്മീഷണർ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. വിജേഷ് നടുവിൽ, സന്നിധാനം.